വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ ജില്ലയിലേക്ക് വെള്ളം ആദ്യം എത്തിച്ചേരുന്ന പ്രദേശം എന്നാൽ ചെങ്ങന്നൂരാണ്. അപ്പോൾ ഇത് ഈ മുഴിയാർ ഡാം തുറന്നുവിട്ട സമയത്ത് തന്നെ ഇപ്പം ഞാൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ മുൻ മന്ത്രി ശ്രീ സജി ചെറിയാനൊപ്പം ഞങ്ങൾ ചെങ്ങന്നൂർ മീറ്റിംഗ് കൂടിയിരുന്നു. ചെങ്ങന്നൂർ മീറ്റിംഗ് കൂടി ഇവിടെ ജലനിരപ്പ് ഉയർന്നാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് അന്ന് തന്നെ ഒരു ചർച്ച നടന്നതാണ്. അപ്പോൾ അതിനു മുൻപ് ഞങ്ങൾ ജില്ലയിലെ ജനപ്രതിനിധികളുടെ മീറ്റിംഗ് കൂടി ഓരോ കാര്യങ്ങളും വിലയിരുത്തി. എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്തെങ്കിലും തരത്തിൽ വെള്ളം വളരെയധികം ഒരു വിപത്തുണ്ടായാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നതിനെക്കുറിച്ച് ജനപ്രതിനിധികളുടെ മുഴുവൻ മീറ്റിംഗ് കൂടിയിരുന്നു. ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രിയുടെ പ്രതിനിധി അദ്ദേഹവും ഉൾപ്പെടെ അതിനകത്ത് ജോയിൻ ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ 2 MP, എല്ലാ MLA എല്ലാവരും പങ്കെടുത്തൊരു മീറ്റിംഗാണ്. അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് അർത്ഥത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും നമ്മുടെ പൊഴിയുടെ ഇവിടെ ആഴം കൂട്ടി വീതി വർദ്ധിപ്പിക്കണമെന്നൊരു തീരുമാനം അന്ന് തന്നെ എടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. അതിനുശേഷം ഇന്നലെ നമുക്ക് വിവരം കിട്ടിയ ഈ മാലിന്യം വന്നടിയുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലോ ആണല്ലോ. ഇപ്പൊ മൂഴിയാർ ഡാം തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കിഴക്കൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഉൾപ്പെടെ വരുന്ന മാലിന്യം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇടയിൽ വെച്ച് നേരത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ ഇടയ്ക്കുള്ള ചില പാലങ്ങളിൽ അത് എന്ന് പറഞ്ഞാൽ ഈ അശാസ്ത്രീയമായിട്ടുള്ള തൂണുകൾ ഉള്ളതുകൊണ്ട് അവിടെ തട്ടി നിൽക്കുകയാണ്. കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ ഇടത്തോടുകളിലും ഇത്തരമുള്ള മുട്ടുകളിലും മറ്റും അടിയുന്ന മാലിന്യങ്ങളെ അത് കറക്റ്റ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം വീണ്ടും വന്നു ചേരും. അതാണ് ഇവിടെ വന്ന് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇത് രാത്രിയിൽ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഹൈവേ ഒബ്സ്ട്രക്ട് ചെയ്യേണ്ടി വരും, ട്രാഫിക് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ രാത്രിയിലാണ് ഈ മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം തുടർച്ചയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പൊഴിയുടെ സംബന്ധിച്ച് മണലെടുത്തു മാറ്റുന്ന പ്രക്രിയ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് മാലിന്യങ്ങളെ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക. പക്ഷെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പൂർണ്ണമായി ഈ വിഷയം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ 2018 പ്രളയത്തിന് ശേഷം പ്ലാനിംഗ് കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലഡ് പ്ലാനിംഗ് കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പറയുന്നത് ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടണം. ലീഡിംഗ് ചാനലിന്റെ ആഴം എന്ന് പറഞ്ഞാൽ അന്ന് മുതലേ ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നത്. കാരണം പാണ്ടിയിലൊരു കുറെ മണ്ണെടുക്കുന്നുണ്ട്, തോട്ടപ്പള്ളിയിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ആ നടന്നത് ശാസ്ത്രീയമാണോ എന്നുള്ളത് ഇനിയിപ്പോ പരിശോധനയ്ക്കപ്പുറത്ത് ഇനി അങ്ങോട്ടത് പെർഫെക്റ്റ് ആയിട്ട് ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടേണ്ട ഒരു പദ്ധതി വേണം. കുട്ടനാട്ടിൽ AC കനാൽ ഇതേപോലെ സമാനമായ പ്രശ്നമുണ്ട്. AC കനാലിന്റെയും ആഴം കൂട്ടി അത് കണക്ട് ചെയ്ത് പൂക്കേത ആറുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിംഗ് കമ്മീഷന്റെ പ്ലാനിംഗ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഈ 2 എണ്ണം ഉണ്ടെങ്കിൽ കുട്ടനാട്ടിലെ മുഴുവൻ ജലവും ഇങ്ങോട്ടല്ല വരുന്നത്. കുട്ടനാട്ടിലെ ഒരു ഭാഗം ജലം അപ്പർ കുട്ടനാട് ഭാഗത്ത് കൂടുതൽ ജലം ഇങ്ങോട്ട് വരുമ്പോൾ മറ്റ് ഭാഗത്തെ ജലം വരുന്നത് AC കനാലിലൂടെ നേരെ തണ്ണീർമുക്കം വേമ്പനാട്ട് കായലിലേക്ക്. അപ്പം നമുക്ക് ഈ 2 ഭാഗവും, ഒന്ന് ലീഡിംഗ് കനാലും ചാനലും, 2 AC കനാലും കറക്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ മുഴുവൻ ഇടത്തോടുകളുടെയും ആഴം വർദ്ധിപ്പിച്ച് മെയിൻ വാട്ടർ ഫ്ലോ ഉറപ്പുവരുത്തണം. അപ്പോൾ അതൊരു ലോങ് ടൈം പ്രോജക്റ്റ് ആണ്. എന്താണെങ്കിലും ഈ ഒരു വരും ദിവസങ്ങളിൽ ഇന്ന് ക്യാബിനറ്റിൽ തന്നെ ബഹുമാനായ ആഭ്യന്തരമന്ത്രിയും ഞാനും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് ശേഷം ഒരു കൃത്യമായ ഒരു പദ്ധതിയിലൂടെ അന്നത്തെ 2018 ഫ്ലഡിന് ശേഷം വന്ന ആ നിർദ്ദേശങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. നേരത്തെ മുതലേ നീക്കുകയാണല്ലോ മണല് പൊഴി, അതാണ് നേരത്തെ മുതൽ നീക്കുകയാണല്ലോ. പൊഴി പൂർണ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. പൊഴി എത്രയോ ദിവസമായി മുറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ അവലോകന യോഗത്തിൽ തെറ്റായ ഒരു കാര്യമാണ്. മെയിലേ മുറിച്ചു. അല്ല, കരിമണലിന്റെ കാര്യത്തിലെ ഇവിടെ എടുത്തേക്കുന്നത് ഇവിടെ മണലെടുക്കുക എന്നുള്ളതാണ്. കരിമണൽ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ നയപരമായ തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. എടുത്തു മാറ്റാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഉദ്ദേശം അതാണോ? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുന്നത് ഈ വെള്ളം വെക്കുന്ന പലരുടെയും ഉദ്ദേശം അത്തരത്തിലുണ്ടെന്ന് നമുക്ക് സംശയമുണ്ട്.